ഫ്രീ കൊടുക്കണ്ടെന്ന് ചോദിച്ചു. കാരണം ഫ്രീ കൊടുക്കുമ്പോൾ ബിയോണ്ട് ദ ലിമിറ്റ് ആൾക്കാർ വരിക. ടിക്കറ്റ് വയ്ക്കുമ്പോൾ നമുക്കൊരു 5000 അല്ലെങ്കിൽ അതിനുള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അബദ്ധം പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം ട്രാഫിക് ബ്ലോക്കായി, കുറേ ട്രാഫിക് ബ്ലോക്കായിട്ട് ഒരുപാട് പേര് കുടുങ്ങിപ്പോയി. ഇപ്രാവശ്യം എസ്റ്റേറ്റിനകത്ത് ബോച്ചെ 1000 ഏക്കറിൽ 60ഓളം കിലോമീറ്റർ റോഡാണ് കിടക്കുന്നത്. എത്ര ആയിരം വണ്ടി വന്നാലും അതിൻ്റെ ഉള്ളിൽ കയറ്റിയാൽ പാർക്ക് ചെയ്യാം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് അവർ വിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ അത് രണ്ടും കറക്റ്റ് ചെയ്തിട്ട് ഇപ്രാവശ്യമൊക്കെ വെൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ഇല്ല, അവസാനം പെർമിഷനൊക്കെ കിട്ടാന്നായി, എല്ലാം ആയി. പക്ഷെ അപ്പോഴേക്കും നമ്മളിങ്ങോട്ട് മാറ്റുകയാണ്. എന്തുകൊണ്ടാണ് തൃശ്ശൂർ എടുത്തത്? കാരണം തൃശ്ശൂരിൽ ആദ്യമായിട്ടാണ് സൺബേൺ പോലത്തെ ഒരു ഇവന്റ് നടക്കുന്നത്. കാരണം സൺബേൺ പോലുള്ള ഇവന്റ് പറയുമ്പോൾ നോർമലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന കൊച്ചിയാണ്. കാരണം എല്ലാ ടൂറിസ്റ്റ് പ്ലേസും കൂടുതലും എത്തുന്ന സ്ഥലമാണത്. തൃശ്ശൂർ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? ഞാൻ ആക്ച്വലി ബാംഗ്ലൂരാണ് പ്ലാൻ ചെയ്തത്. കാരണം ബാംഗ്ലൂർ എനിക്ക് ബോച്ചെ ക്ലബ്ബ്, റെസ്റ്റോറന്റ്, പിന്നെ ബോച്ചെ ഡിസ്കോത്തിക്ക്, പിന്നെ ബ്രൂവറി, ബീറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മള്. അവിടെ നടത്താമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റിയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഞാൻ ആലോചിച്ചു, വയനാടിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, വയനാട് ടൂറിസം ഒന്ന് പൊക്കിക്കൊണ്ടുവരണം. പിന്നെ എന്റെ 1000 ഏക്കർ അവിടെയുണ്ട്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൂടാണല്ലോ, ഒരു സിറ്റുവേഷൻ അല്ലേ. മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ.